ഗായ്സ്, വെൽക്കം ടു നമ്മുടെ പുതിയ ചാനൽ. ഐശ്വര്യമായിട്ട് ഒരു വ്ളോഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എപ്പോഴത്തെയും പോലെ ഭയങ്കര എസ്തെറ്റിക് വ്ളോഗായിട്ട് നിങ്ങൾ ഇത് പ്രതീക്ഷിക്കരുത്. ബിക്കോസ് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാലോ, ഭയങ്കര അൽബായിട്ടാണ് കിടക്കുന്നത്. നാളാണെങ്കിൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ എല്ലാം ഒന്ന് അടക്കി പറക്കി വെക്കാനുണ്ട്. അടക്കി പറക്കി വെക്കുന്നതിന് മുന്നേ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കണം. അല്ലെങ്കിൽ എൻ്റെ കാര്യമല്ലേ ഒന്നും നടക്കൂല. എനിക്ക് എഴുതി വെച്ചാലേ ഇത് ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാവുള്ളൂ. സോ സ്റ്റാർട്ട് ചെയ്യല്ലേ. ബൈ ദ വേ, നമ്മുടെ റൂം മേക്ക് ഓവറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പുതിയ ആളെ റൂമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡിങ് മിറർ. അതുണ്ടാക്കിയ മെസ്സാണ് ഈ കാണുന്നതൊക്കെ. നല്ല അടിപൊളി പാക്കേജിങ് ആയിരുന്നു. ആൻഡ് ഈ മിറർ എനിക്ക് വെറും 3300 റുപ്പീസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ റേറ്റ് എത്രയായിരുന്നു? 7000 6000 ആ റേഞ്ചൊക്കെ ഇരുന്നു. അപ്പം ഞാനിങ്ങനെ മേടിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത്ര റേറ്റ് കൊടുത്തിട്ട് സ്റ്റാൻഡിങ് മിറർ എന്തിനു മേടിക്കണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേജ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കളയാബൊന്നുമല്ല കേട്ടോ, നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേറ്റ് സ്ഥിരം ചെയ്യാറുള്ള പോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് തുടങ്ങാം. രാവിലെ തന്നെ ഈ കോഫി ടീ കുടിക്കുന്ന ശീലമൊന്നും എനിക്കില്ല. ആൻഡ് എന്തുകൊണ്ടും എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് തന്നെയാണ് ഹെൽത്തിന് നല്ലത്. ഈ ഒരു ടൈമിലാണ് ഞാൻ ടു ഡു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ. നടക്കുന്നതും നടക്കാത്തതുമായ എൻ്റെ ടു ഡു ലിസ്റ്റ് കാരണം ഈ ബുക്കിന്റെ പേജ് ഏകദേശം പകുതി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ ആനുവൽ എക്സാംസ് ഒക്കെയാണ് വരാൻ പോണത്. സ്റ്റുഡൻസും ഇതുപോലെ പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു സ്ട്രെസ് ഫ്രീ ലേണിംഗ് ഒന്ന് രക്ഷപ്പെടാം. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊക്കെ ടിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എനിവേസ്, നമ്മുടെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് മോർണിംഗ് സ്കിൻ കെയർ കാണിച്ചു തരാം. വലിയ സ്കിൻ കെയർ ഒന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യും, പിന്നെ മോയ്സ്ചറൈസ് ചെയ്യും, ഇത്രയുള്ള പരിപാടി. പിന്നെ ഈ ചൂടുകാലം ആയതുകൊണ്ട് ഞാൻ രാവിലെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ല. ബിക്കോസ് കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് മുഖം ഭയങ്കരമായിട്ട് ഓയിലി ആക്കും. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണം നമുക്ക് നമ്മുടെ പണികൾ തുടങ്ങാൻ. ആക്ച്വലി ഈ റൂമിലുള്ള പണികൾ മാത്രമല്ലിട്ടുള്ളത്, ന്യൂ ഇയർ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള തിരക്കാണ്. എന്തിനൊക്കെ വണ്ടിയിൽ ഓട്ടോപാച്ചിൽ. അതുകൊണ്ട് തന്നെ വീട്ടിലത്തെ നോമ്പിന്റെ ക്ലീനിങ് മൊത്തത്തിൽ ലാഗായി കിടക്കുകയാണ്. അപ്പോൾ നോമ്പിന്റെ തലേന്നായതുകൊണ്ട് എല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാനാണ് പ്ലാൻ. ഇനി ഈ ഒരു റൂമിന്റെ കാര്യം പറയാനാണെങ്കിൽ എത്ര ഒതുക്കിയാലും ഒതുങ്ങാത്ത ഒരു റൂമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഈ മാസം തന്നെ ഒരു 4-5 ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു ഇത്തിരി കച്ചറായ തന്നെ എനിക്ക് ഈ റൂമൊക്കെ പിന്നെ കടക്കാൻ തോന്നൂല. സോ റമളാന്റെ മുന്നേ തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ നീണ്ടു. ഒരു 2 ദിവസം മുന്നേ വരെ നല്ല ക്ലീൻ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ സ്റ്റാൻഡിങ് മിറർ വന്നത്. അപ്പോൾ അതുണ്ടാക്കിയ മെസ്സാണ് ഇപ്പം ഞാൻ റിമൂവ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം റൂമൊന്ന് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. കാരണം എനർജി ഒക്കെ ലോ ആയി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പുട്ട് പിന്നെ ഇവിടുത്തെ സ്ഥിരം ആളാണ്. അതിൻ്റെ കൂടെ പഴവും പപ്പടമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്നത്. ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് തൊട്ടിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാറേ ഇല്ല. എപ്പോഴും സോഫയിൽ ഇരുന്നിട്ടാണ് കഴിക്കാറ്. എനിക്കറിയാം അതൊരു ബാഡ് ഹാബിറ്റ് ആണെന്ന്. പക്ഷേ ഇത്രയും പോത്ത് പോലെ വളർന്നിട്ടും ആ ഹാബിറ്റ് മാത്രം മാറുന്നില്ല. ഇപ്പം എങ്ങാനും വീട്ടുകാരുടെ ചീത്ത കെട്ടിട്ട് ടേബിളിൻ്റെ മുകളിൽ നിന്ന് കഴിച്ചാലും കഴിച്ച ആ ഒരു ഫീൽ അങ്ങോട്ട് കിട്ടൂല. ഭാവിയിൽ മാറുന്നു വിചാരിക്കുന്നു. എനിവേസ്, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അടുത്ത പരിപാടിക്ക് കടന്നു. ഹോള് മുഴുവൻ വെള്ളം ഒഴിച്ച് വൈപ്പ് ചെയ്യുന്ന തിരക്കിലാണ്. അതിൻ്റെ ഇടക്ക് ഞാൻ ഈ ഒരു പണിക്ക് വേണ്ടിയിട്ട് പോയി. വർഷങ്ങളായിട്ട് ചളിയിലെടുക്കുന്ന ഒരു ടയറാണിത്. അതിനെടുത്തിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. സോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് നേരം ക്രോഷ്യ ചെയ്യാം. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഈ പെട്ടിൻ്റെ ഉള്ളിലാണ് ഞാൻ ക്രോഷ്യൻ്റെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആദ്യം ഒരു കവറിലിരുന്നു, അത് നാഗവല്ലി കൊച്ച് അടിച്ചുകൊണ്ട് പോയി. അപ്പം നമുക്ക് ഈ ആൻസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ തിരഞ്ഞു കണ്ടുപിടിച്ചതാണ് ഇത്. വീണ്ടും ഒരു മിഫിനെ തന്നെ ട്രൈ ആക്കി നോക്കാം. എന്താടി? ഞാൻ ഇപ്പൊ വരാം. 2 മിനിറ്റ്. പോടി. ആ ശരി, പോരാ. ഓക്കേ, എല്ലാരും വിളിച്ചു. ഉമ്മ വിളിക്കുന്നുണ്ട് പറയാം. ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ചെനിക്കറിയാം.
എന്തായാലും ഫൈനലെത്തുമ്പോൾ അറിയാം പൊട്ടത്തെറ്റാണോ അല്ലേ. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ 2 ചെവി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ചെവി ജോയിൻ ചെയ്യണം എന്തൊക്കെ ഒരു പരിപാടി ഉണ്ട്. ഇതൊക്കെ നമുക്ക് രാത്രി ചെയ്യാം. ക്യൂട്ട്. അങ്ങനെ ക്രോഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ പോയി ഒരു അടിപൊളി കുളി പാസ്സാക്കി. ഇനി വേണം നിസ്കരിച്ച് ഫുഡ് കഴിച്ചിട്ട് സുഖമായി കുറച്ചു നേരം കിടന്നുറങ്ങാൻ. ഇനി ഇന്നത്തെ ലഞ്ചും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ച് ആയിരുന്നു. ബിക്കോസ് നോമ്പിന്റെ തലേ ദിവസമല്ലേ. ചോറിന്റെ കൂടെ വെണ്ടയ്ക്കുപ്പേരി ആയിരുന്നു, പിന്നെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കറി കൂട്ടി ചോറിക്കുന്നത് വലിയ താല്പര്യമില്ല. പിന്നെ ഒരു ഫ്രഷ്ലി മെയ്ഡ് മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു. സോ ഇതാണ് എന്റെ ഒരു സിമ്പിൾ ലഞ്ച്. ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 2 പാക്കേജ് വന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും മിക്കവാറും ഈ പ്രൊഡക്റ്റിന്റെ വീഡിയോ ഞാൻ മറ്റേ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി കാണാത്തവർക്കായിട്ട് ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ തോണ്ടിയിരിക്കുമ്പോൾ കണ്ടെത്തിയ 2 ഡ്രസ്സാണ് ഇത്. ആദ്യത്തേത് ഒരു ഓഫ് വൈറ്റില് ബ്ലൂ കളർ പ്രിന്റ് വരുന്ന ഒരു ട്യൂണിക് ആയിരുന്നു. ഫസ്റ്റ് സൈറ്റിൽ എനിക്ക് വല്ലാണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു മെറൂൺ കളറിലുള്ള ഷർട്ട് പോലത്തെ ഒക്കെ ഒരു ടോപ്പ് ആയിരുന്നു. ഇത് രണ്ടും നല്ല അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. 290 സംതിങ് ഒക്കെ ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. രണ്ടും ബാഗി പാൻസിന്റെ ഒക്കെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. ഇതിന്റെ ലിങ്ക് വേണമെന്നുള്ളവർ മറ്റേ ചാനലിലെ വീഡിയോ ചെക്ക് ചെയ്താൽ മതി, അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ചമയക്കത്തിന് വേണ്ടിയിട്ട് പോയി. ഉച്ചമയക്കം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. കിടക്കുമ്പോൾ തന്നെ 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എണീക്കാനും കുറച്ച് ലേറ്റ് ആയി പോയി. പിന്നെ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു അടിപൊളി കോഫി ഉണ്ടാക്കി കുടിച്ചു. എന്നാലാണ് പോയ ബോധം തിരിച്ചു വരുള്ളൂ. ഈ ഒരു ടൈം ആയി കഴിഞ്ഞാൽ വിശപ്പിന്റെ ഒരു വിളി വരാനുണ്ട്. ഈ ദിവസങ്ങളിലും കോഫിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാവും. ഈ ഒരു ടൈമിൽ നമ്മളൊരു വട്ടമേശ സമ്മേളനം ഉണ്ട്. എല്ലാവരും കൂടി മേശന്റെ ചുറ്റും ഇരുന്ന് കത്തി വെച്ച് അങ്ങനെ ടൈം സ്പെൻഡ് ആക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പോയി. ഇന്ന് പിന്നെ നോമ്പിന്റെ തലേന്നായതുകൊണ്ട് നമുക്ക് തറാവീഹ് നിസ്കാരം കൂടി ഉണ്ട്. നോൺ മുസ്ലിംസിനൊന്നും അറിയില്ലായിരിക്കും എന്താ തറാവീഹ് നിസ്കാരം എന്ന്. അത് റമളാൻ മാസത്തിൽ മാത്രമല്ല ഒരു വലിയ നിസ്കാരമാണ്. തറാവീഹ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു രാവിലെ ക്ലീൻ ആക്കിയ ഒരു ടയർ ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ 6-ലോ 7-ലോ എന്തോ പഠിക്കുമ്പോൾ 5 മിനിറ്റ്സ് ക്രാഫ്റ്റ് പറഞ്ഞൊരു ചാനലിൽ കണ്ടുവച്ചിട്ടുള്ളതായിരുന്നു. അന്നത് ചെയ്യാനുള്ള അത്ര എനർജി ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ആഗ്രഹം അങ്ങോട്ട് സാധിപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രാവിലെ ബാക്കി വെച്ച ക്രോഷ്യ ചെയ്യാൻ വേണ്ടി പോയി. ഒരു വലിയ മടത്തരം പറ്റി. ഒരു ഇയറാണ് കട്ടാക്കാൻ പാടുള്ളൂ. ഞാൻ 2 ഇയറും കട്ടാക്കി. ഇനിയിപ്പോൾ ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യുക? ഇത് ആദ്യം അറ്റാച്ച് ചെയ്യാൻ പഠിക്കട്ടെ. അറ്റാച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് ആ ക്രോഷ്യ ചെയ്യാനുള്ള ആ മൂഡ് അങ്ങോട്ട് പോയി. ബിക്കോസ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാമായിരുന്നു. പക്ഷെ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. മൂഡ് പോയ സ്ഥിതിക്ക് അതൊക്കെ ഞാൻ പിന്നെ കെട്ടിപ്പൊട്ടി എടുത്തു വെച്ചു. മിക്കവാറും ആ ഒരു ചെവി ഞാൻ വീണ്ടും ചെയ്യേണ്ടി വരുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഓക്കെ ഗേൾസ്, നമ്മുടെ നോട്ട് സോ എസ്തറ്റിക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി റമളാൻ്റെ വീഡിയോ കേട്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ വരാം.